ഹലോ ഗായ്സ്, സോ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഐപ്സിയിലോട്ടാണ്. ഐപ്സി എന്ന് പറയുന്നത് ബയണിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സീ ആണ് ഐപ്സി എന്ന് പറയുന്നത്. അത് ഗാർമിഷ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തിൻ്റെ അടുത്താണ്. ബവേറിയയിൽ അഥവാ ബയണിൽ ഇഷ്ടം പോലെ സ്ഥലങ്ങൾ കാണുന്നുണ്ട്. സോ നമ്മൾ വന്ന് ട്രെയിനിൻ്റെ അകത്ത് കയറി. നമ്മുടെ ഫസ്റ്റ് ട്രെയിൻ മിസ്സായതുകൊണ്ട് നമ്മുടെ സെക്കൻഡ് ട്രെയിനിൻ്റെ അകത്ത് ഇഷ്ടം പോലെ ആളായിരുന്നു. ഞാൻ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പിന്നീട് കേട്ടപ്പോഴാണ് മനസ്സിലായത്, ഓക്കെ നമുക്ക് വോയിസ് ഓവർ കൊടുക്കുന്നത് നല്ലത്. ഇത്രയും വോയിസ് ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആയിരുന്നു. സോ നമ്മൾ ന്യൂറംബർഗിൽ നിന്ന് ഒരു ആറി പിടിച്ച് നമ്മൾ മുൻഷനിലെത്തി. ഇനി ഇവിടുന്ന് മുൻഷനിൽ നിന്ന് വേറൊരു ട്രെയിൻ പിടിച്ച് നമ്മൾ ഗാർമിഷ് പോകുകയാണ്. സോ നമുക്ക് ഈ പോകാനായിട്ട് എല്ലാം കോസ്റ്റ് ആൻഡ് ലോസ് ആണ്. കാരണം കോസ്റ്റ് ആൻഡ് ലോസ് എന്ന് വെച്ചാൽ പൈസ ആവുന്നില്ല. കാരണം നമുക്ക് എല്ലാവർക്കും ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ പോകണം. ഇതാണ് എൻ്റെ കൂടെ വന്ന ട്രാവലിംഗ് പാർട്ട്ണർ. എന്നിട്ട് ഞങ്ങൾ ഗാർമിഷ് എത്തി. സോ ഗാർമിഷ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. സോ ഇതിൻ്റെ അടുത്താണ് നമ്മളുടെ പാട്ന കാൽമ്, ഫ്യൂസൻ, നോയിൻസ്റ്റൈൻ കാസ്റ്റൽ, ഇതെല്ലാം അതിനെല്ലാം വേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഐപ്സിയിൽ നമ്മൾ ഇത്രയും വർഷമായിട്ട് അഥവാ ഇത്രയും നാളായിട്ടും പോയിട്ടില്ല. ഐപ്സി എന്ന് പറയുന്നത് ആൽപ്സ് മലനിരകളിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലേക്ക് എന്നാണ് ഐപ്സിനെ അറിയപ്പെടുന്നത്. സോ നമ്മൾ അവിടെ എത്തിയിട്ട് അവിടെ നിന്ന് പിന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കണം. അതുകൊണ്ട് നമുക്ക് ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ് ഉള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് റേറ്റ് കുറച്ച് എന്തോ കിട്ടിയായിരുന്നു ഒരു ടിക്കറ്റ്. ഇതെന്ന് പറയും മുൻഷൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇഷ്ടം പോലെ കാണാനുണ്ട്. നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ആ ഒരു ഇതിൽ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ബട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളായ സ്ഥലം കാണാം. നമ്മൾ അവിടെ നിന്നൊരു ടിക്കറ്റ് എടുത്ത ഒരു ട്രെയിൻ കയറി നമ്മൾ ഐപ്സി പോകും. നമുക്ക് ഈ ഐപ്സിയുടെ ഏറ്റവും മുകളിലാണ് സൂസ്പിക്ക് എന്ന് പറയുന്നത് ജർമ്മനിയുടെ ഏറ്റവും ടോപ്പായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ കാണുന്ന ഈ നീല ലേക്കാണ് ഐപ്സി. ഇനി അതിൻ്റെ ഏറ്റവും മണ്ടേ പോകുന്നതാണ് സൂസ്പിക്ക് എന്ന് പറയുന്നത് ജർമ്മനിയുടെ ഏറ്റവും ടോപ്പാണ്. സീ ലെവലിൽ നിന്ന് എന്തോ 2000 എത്രയോ മീറ്ററോ ഹൈറ്റിലാണ് ഈ സൂസ്പിക്ക് സ്ഥിതി ചെയ്യുന്നത്. സോ നമ്മൾ അവിടെ നിന്നൊരു ട്രെയിനെല്ലാം പിടിച്ച് ട്രാവൽ ചെയ്യുക. സോ നമ്മൾ ഈ സൂസ്പിക്കിൻ്റെ മലയാന്ന് തോന്നുന്നു ഈ കണ്ട് പോകുന്നത്. ഇഷ്ടം പോലെ ജർമ്മൻസും ഇന്ത്യൻസും എല്ലാം ഉണ്ടായിരുന്നു. നല്ല കാണാൻ കണ്ണിന് നല്ല കുളിർമയേകുന്ന കുറേ കാഴ്ചകളായിരുന്നു. പോകുന്ന വഴിക്ക് കുറേ പള്ളിയും ഒരു പള്ളിയെല്ലാം ഉണ്ട്. ഐപ്സിയുടെ ആ സ്റ്റോപ്പ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രെയിനിൽ നിന്ന് പിന്നെ നമ്മൾ കേബിൾ കാറിൽ വേണം പോകാൻ. അതിനെന്തോ 70 യൂറോ എങ്ങാണ്ടായിരുന്നു. പക്ഷെ നമുക്ക് സമയമില്ലാഞ്ഞിട്ട് നമ്മൾ സൂസ്പിക്ക് വേണ്ടാന്ന് വിചാരിച്ചു. നമുക്ക് ഐപ്സി മാത്രം പോകാമെന്ന് വിചാരിച്ചു. സോ നമ്മൾ ഐപ്സി ആദ്യം ഇറങ്ങിയപ്പോഴേ പറ്റിപ്പോയത് നമുക്ക് തണുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ക്ലൈമറ്റ് നോക്കിയില്ല. ഓൾറെഡി സമ്മർ ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ബട്ട് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ അല്ലായിരുന്നു. നമ്മൾ ചെമ്മിപ്പോയി. പിന്നെ നമ്മൾ അവിടുത്തെ ഒരു സ്റ്റോറിൽ കയറി നമ്മൾ ഒരു ഹുഡിയൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ എനിക്കത് ഓക്കെ ആയിരുന്നു. എനിക്ക് ആ തണുപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ബട്ട് എൻ്റെ കൂടെ വന്നവർക്ക് ഹുഡിയൊക്കെ വാങ്ങിച്ചു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു സൊവനിയർ എല്ലാം വാങ്ങിച്ചു. പണ്ട് സൊവനിയർ വാങ്ങത്തില്ല എന്നതൊരു ബാധ്യമായിരുന്നു നമ്മുടെ ചിന്താഗതി. പക്ഷേ പിന്നീട് നമ്മളിപ്പോൾ സൊവനിയർ എല്ലാം വാങ്ങാൻ തുടങ്ങി. ഞങ്ങൾ രണ്ടും കൂടെ ഒരു സെൽഫിയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പക്ഷേ അത്രയ്ക്കും കൊണ്ട് സെറ്റായില്ല. ഇനി എന്നിട്ട് പിന്നെ നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് നടക്കാൻ തുടങ്ങി. നമ്മളുടെ ലക്ഷ്യം ഐപ്സി കാണാം. ഐപ്സി എന്ന് പറയുന്നത് ഒരു സൂപ്പർ സ്ഥലമാണ്. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിലും ഒരു 10 ഇരട്ടി മനോഹരമായ ഒരു സ്ഥലമാണ്. ഇപ്പോൾ ജർമ്മനിയിലുള്ളവരൊക്കെ ആണെങ്കിൽ പോകാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് ഐപ്സി എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് അത്യാവശ്യം നടന്ന് കാണാനും ട്രക്കിങ്ങിനും ഒക്കെ ആയിട്ട് ഇഷ്ടം പോലെ സ്ഥലങ്ങൾ അവിടെ ഈ ഐപ്സിയുടെ ചുറ്റും തന്നെ ഉണ്ട്. ബവേറിയൻ ആൽപ്സിലെ കൺസിഡർ ചെയ്യുന്നതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ലേക്കാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ നല്ല ആഴമുള്ളൊരു സീയാണ്. ഇവിടെ കാണുന്ന ഒരുപാട് മാൻമെയ്ഡ് സീസ് അധികം ആഴമില്ലാത്തതാണ്. പക്ഷേ ഈ ഒരു ഐപ്സി ഇതൊരു നാച്ചുറലായിട്ടുണ്ടായ ഒരു സീയാണ്. സീ മീൻസ് കടലെന്നല്ല ഉദ്ദേശിച്ച അല്ലാത്തൊരു സാധനമാണ്. ഇതിന് നല്ല 34.5 മീറ്റേഴ്സ് ഡെപ്ത് ഉണ്ടെന്നാണ് ഇത് പറയപ്പെടുന്നത്. സോ എന്ന് പറഞ്ഞാൽ നല്ല ആഴമുണ്ട്. ഇവിടെ നമുക്ക് ബോട്ടിംഗ് എല്ലാം എടുക്കാം. പിന്നെ നല്ല തണുപ്പായതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഓക്കെ ഇത്രയും തണുപ്പത്ത് ഇതിൻ്റെ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് വിചാരിച്ചു. സോ ഞാൻ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ഈ വീഡിയോയിലെല്ലാം കാണുന്ന പോലെ അല്ല ഗായ്സ്. നിങ്ങൾ നേരിട്ട് വന്ന് കാണാൻ വളരെ മനോഹരമാണെന്ന്, ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. ഇവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാനൊക്കെ അടിപൊളിയാണ്. ഞങ്ങളെടുത്ത് കുറച്ച് ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ എൻ്റെ ഇൻസ്റ്റയിലൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നിരുന്നാലും എനിക്കിവിടെ യൂട്യൂബിലും കാണിക്കണമെന്ന് തോന്നി. ബിക്കോസ് നല്ല ഫോട്ടോസ് കിട്ടി. ഈ ഒരു പ്രകൃതിയുടെ മാത്രമല്ല, ഈ ഫോട്ടോ എടുത്തു തന്ന ആളുടെയും കൂടെ ഒരു കഴിവുണ്ട്. അവന് ഞാൻ ഒരുപാട് താങ്ക് യു പറയുന്നു. താങ്ക് യു ആൻഡോ.
അവൻ്റെ ഒരു ഒറ്റ കഴിവാണ് ഇത്രയും അടിപൊളി ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നത്. ഇതായിരുന്നു ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ ഉപയോഗിച്ച സ്പോട്ടും. ഇത് ഞങ്ങൾക്ക് അറിയത്തില്ല, ഇങ്ങനെ ഒരുപാട് പേര് വന്ന് ഫോട്ടോ എടുക്കുന്ന കണ്ടോണ്ട് ഓക്കെ ഞങ്ങൾ എടുത്തതാണ്. ഇതാണ് എൻ്റെ ഫോട്ടോഗ്രാഫർ. സോ ഞങ്ങൾ വളരെ പ്രിയപ്പെട്ട ഫ്രണ്ടാണ്. അവൻ്റെ ഐഡിയ ആണ് ഇന്ന പോസൊക്കെ ചെയ്യുക, ഇന്നതായിരിക്കും, നല്ലതാണ്, അടിപൊളിയാണ്. പക്ഷെ അവൻ്റെ നല്ലൊരു ഫോട്ടോ എടുത്ത് കൊടുക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല. അതുപോലെ നമ്മൾ ബാക്ക് ടു അവർ പോയിൻറ്റ്. എന്തായിരുന്നു ആൽപ്സ് അഥവാ ആൽപ്സ് മലനിരകളിലെ ഐപ്സി ഇവർ പറയപ്പെടുന്നത് BC 1700-1400 ഉണ്ടായൊരു ലാൻഡ് സ്ലൈഡ് മൂലമാണ് ഈ ഒരു സ്ഥലം ഉണ്ടായെന്നാണ് ഇവർ പറയപ്പെടുന്നത്. ഇത് കൂടാതെ തന്നെ ഈ ഐപ്സിയുടെ ചുറ്റും, ഈ ഐപ്സിയുടെ അകത്ത് 8 ചെറിയ ഐലൻഡ് ഉണ്ടെന്ന് പറഞ്ഞു. അത് വളരെ ചെറിയ ഐലൻഡ്. ഈ വീഡിയോയ്ക്കകത്ത് നിങ്ങളിങ്ങനെ നോക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ കാണാൻ ചെറിയ ഐലൻഡ്സൊക്കെ ഉണ്ട്. ഈ 8 ചെറിയ ഐലൻഡും ഇതെല്ലാം വെള്ളത്തിലാൽ ചുറ്റപ്പെട്ടതാണ്. ഇത് ഈ BC ബിഫോർ ക്രൈസ്റ്റ് അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായതാണ്. പിന്നെ ഇവിടെ ആൾക്കാർ കുളിക്കാറുന്നൊക്കെ ഉണ്ട്. പക്ഷേ കുളിക്കുന്നതെല്ലാം കൂടുതലും മോസ്റ്റ് ഓഫ് ദം ജർമ്മൻസ് തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ സമ്മർ ആണെങ്കിൽ പോലും വെള്ളത്തിന് ഭയങ്കര തണുപ്പായിരിക്കും. സോ സമ്മറിൽ വെള്ളത്തിലൊക്കെ പോകുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഭയങ്കര അടിപൊളിയായിട്ട് നീന്താൻ അറിയാമെങ്കിലും നിങ്ങൾ പരിചയമില്ലെങ്കിൽ നിങ്ങൾ ചെയ്യരുത്. എന്തെങ്കിലും റിസ്ക് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും ചെയ്യരുത്. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ആക്സിഡൻറ്റ്സ് ജർമ്മനിയിൽ ഇന്ത്യൻസിൻ്റെ ഇതിൽ നടക്കുന്നുണ്ട്. ബിക്കോസ് തണുപ്പുള്ളതുകൊണ്ട് നമുക്ക് നീന്താൻ പറ്റത്തില്ല, നമ്മൾ പെട്ടുപോകും. അതുകൊണ്ടാണ്. പിന്നെ ഞങ്ങൾ അവിടെ കയറി ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ ഐപ്സിയോട് ടാറ്റ പറഞ്ഞു തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ തിരിച്ച് മുൻഷനിലോട്ട് വന്നു. ബിക്കോസ് മുൻഷനിലെത്തിയിട്ട് നമുക്കൊരു ഏറ്റവും വലിയ ലക്ഷ്യം മന്തി കഴിക്കണമെന്നായിരുന്നു. എനിക്ക് ജർമ്മനിയിൽ ഏറ്റവും ഇഷ്ടമുള്ള മന്തി മുൻഷനിലാണ്. സോ നമ്മൾ മന്തിയൊക്കെ കഴിഞ്ഞ് പിന്നെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ തിരിച്ച്